കുട്ടി സംഭാഷണം തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യം ഡയറക്ടറോട് ചോദിച്ചുകൊണ്ട് ഇനി ഇത്തരം സന്ദർഭങ്ങളിൽ അത്തരം വാക്കുകൾ പ്രയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ഇതുണ്ട്. ഈ ഡ്രഗ്സ് സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഡ്രഗ്സ് ഉണ്ട്. നിങ്ങൾ മീഡിയക്കാരനിടയില്ലേ? സെലിബ്രിറ്റികൾ സ്വഭാവം കൂടി ശുദ്ധമായിരിക്കണം. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് ടെണ്ടുൽക്കർ പറഞ്ഞുകൊണ്ടല്ലേ നമ്മളെല്ലാവരും മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത്. ഞാൻ ടെണ്ടുൽക്കർ അത് കുടിച്ചു എന്നൊക്കെ അറിയില്ല, അത് കുടിച്ചുകൊണ്ടാണ് 6 അടിച്ചതെന്നും അറിയില്ല. എനിക്ക് നാടകവും സിനിമയാണ് ലഹരി. എൻ്റെ സിനിമയിൽ ലഹരി. ഹായ് എവരിവൺ, നമ്മൾ ഇന്നുള്ളത് എ ഡ്രാമാറ്റിക് ഡെത്ത് എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ കൂടെയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമ്മൾക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് പോലെ നാടകത്തിൽ നിന്നും സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? നാടകത്തിൽ നിന്ന് സിനിമയിലേക്കെന്ന് വെച്ചാൽ, പണ്ട് ഇവിടെ മലയാള സിനിമ എറണാകുളത്ത് സിനിമയുടെ ചർച്ചകൾ നടക്കുമ്പോൾ സിനിമക്ക് കഥ പറയാൻ കഴിവുള്ള ആളുകളെ നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ പല ആളുകളുടെയും കഥ വായിക്കുന്ന ആളുകളായിരുന്നു ഞാനൊക്കെ. പിന്നെ തിരക്കഥകളുടെയൊക്കെ ചർച്ചകളിൽ അവരോടൊപ്പം സഞ്ചരിക്കുന്നതിലൊക്കെ കൂടെ ചേരുമായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു സിനിമാക്കാരനാവണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നാടക പ്രവർത്തകരാണ്, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന പലരും സിനിമയിലേക്ക് പോകുന്നുണ്ട്. അത് അവർക്കൊക്കെ സഹായമാവുന്ന രീതിയിൽ എന്തെങ്കിലും വലിയ പ്രഗത്ഭരായ ആളുകളുടെ സിനിമകളുടെയൊക്കെ തിരക്കഥാ വേളകളിലൊക്കെ അവരോടൊപ്പമൊക്കെ സഞ്ചരിക്കുക. ചില ആളുകൾ കഥ പറയാൻ വരുന്നവർ കഥ പറയുക. പിന്നീട് പലപ്പോഴും നാടകം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് സിനിമ സംവിധാന സഹായി എന്ന ഘട്ടത്തിലേക്കൊക്കെ ചിന്തിക്കുന്നത് തന്നെ. അങ്ങനെ സിനിമയോടൊപ്പം ചേരുന്നു, സിനിമയുടെ സംവിധാന സഹായിയായി ചേരുന്നു. അവർക്ക് നമ്മളെ ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ മലയാള സിനിമയോടൊപ്പം നിർത്താമെന്ന് കഴിയുന്നതോടുകൂടി പല സംവിധായകരും മറ്റു പടങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിർത്തുന്നു. മറ്റു പടങ്ങൾ അങ്ങനെ സിനിമാ സംവിധായകനുമായി മാറി എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ആയപ്പോഴത്തേക്കിനും എന്തെങ്കിലും ഡിഫറൻസ് അനുഭവപ്പെട്ടു? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഡിഫറൻസ് അനുഭവപ്പെട്ടിട്ടില്ല. കൂടുതൽ വ്യത്യസ്തതയൊന്നും തോന്നിയില്ല? ഒന്നുമില്ല. ഞാൻ സിനിമയായാലും നാടകമായാലും നമ്മൾ കാണുന്ന കാഴ്ചകളിലൂടെ തന്നെ സഞ്ചരിക്കുന്നു. ഞാൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ ജീവിക്കുന്നു. ഈ എല്ലാ തലമുറകളിൽപ്പെട്ട ആളുകളിലൂടെ ഈ പല ആറ്റിറ്റ്യൂഡുള്ള ആളുകളുമായും അവരോടൊപ്പം സഞ്ചരിക്കുന്നു. പക്ഷെ നമുക്ക് മാറ്റം ഉണ്ടാവണമെന്നില്ല. അവരോടെല്ലാം നിൽക്കുമ്പോൾ നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നു, അവരോടൊപ്പം സംസാരിക്കുന്നു, പോകുന്നു. ആ രീതിയിൽ. ജീവിത സാഹചര്യവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഈ സിനിമയ്ക്ക് ഉണ്ടോ? ഈ സിനിമയ്ക്ക് എൻ്റെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്തായിരുന്നു ഈ സിനിമയിലേക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് തോന്നാനുള്ള റീസൺ? ഈ സിനിമ ചെയ്യണമെന്നുള്ള റീസൺ, കോവിഡ് പിടിപെട്ട് ഒരു പണിയില്ലാതെ മനുഷ്യരെല്ലാം വീട്ടിലടക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാനും അർഷദിൽ അഭിനയിച്ച അഷ്റഫിക്കായും ഒക്കെ എല്ലാ ദിവസങ്ങളിലും കാണുന്നു, പലതും ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഈ സിനിമയുമൊക്കെ കലയും മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളെല്ലാം നിശ്ചലമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കോവിഡിന് ശേഷം ഒരു തിരിച്ചുവരവ് നാട് വരികയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ തിയേറ്ററിൽ സിനിമ കാണുന്നതിനേക്കാൾ ഉപരിയായി OTT പ്ലാറ്റ്ഫോമുകൾ സജീവമാവുന്നത്. അങ്ങനെ OTTയിലേക്ക് നമുക്ക് ഒരു ശ്രമം നടത്തിയാൽ എന്താണെന്നുള്ളൊരു ആലോചനയാണ് ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന പ്രചോദനം. ഈ സിനിമ അന്ന് നമുക്കെല്ലാവരും കൂടി ഒരു സിനിമ ചെയ്യാം, പരസ്പരം അറിയാവുന്നവർ എല്ലാവരും കൂടി ചേർന്ന സിനിമ. പക്ഷെ നമ്മളെന്നാലും സിനിമയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല, അത് പൂർണ്ണമാക്കാൻ കഴിയുമെന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു തികച്ചും അവിചാരിതമായിട്ടാണ് സാജൻ സാറിനെ കണ്ടുമുട്ടുന്നതും സാജൻ സാറുമായി സംസാരിച്ച് സാജൻ സാറ് ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നു. അങ്ങനെ സിനിമ അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു. സിനിമ കോവിഡ് കാലത്ത് നമ്മൾ വീണ്ടും നമ്മൾ തന്നെ നമ്മുടേതായ ജീവിതം അങ്ങനെ തിരിച്ചുപിടിക്കാം, ആ തിരിച്ചുപിടിക്കുക എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ സിനിമക്ക് അന്നത്തെ സാഹചര്യം OTT പ്ലാറ്റ്ഫോമാണ്, തിയേറ്ററുകൾ സജീവമായിട്ടില്ല. OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് ഒരു സിനിമ എന്നുള്ള രീതിയിൽ, പിന്നീട് OTT പ്ലാറ്റ്ഫോമുകളും വേറെ രീതിയിലേക്ക് മാറി. തിയേറ്ററിൽ സിനിമ വന്നാലേ OTTകൾ എടുക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയായി. അങ്ങനെ ഞങ്ങളിപ്പോൾ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് സത്യം. വിശ്വസാഹിത്യന്മാരെയൊക്കെ നമ്മൾ ചിത്രങ്ങളിലൂടെയും കണ്ടും കേട്ടുള്ള അറിവ് മാത്രമാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അത്ര പെർഫെക്റ്റ് ആയിട്ട് ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയതിനെ പറ്റി? ഈ സിനിമ അത്തരത്തിലൊരു നാടകത്തിൻ്റെ സിനിമ കഥ പറയാൻ ആഗ്രഹിക്കുമ്പോൾ
ഇതിൽ പ്രധാന കഥാപാത്രം ഒരു നാടക സംവിധായകനാണ്, ഡോക്ടർ ബാലേന്ദ്രൻ സയൻസ് സാർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അവതരിപ്പിച്ചിരുന്ന ഒരു പഴയ നാടകത്തെക്കുറിച്ച്. അപ്പോൾ ആ നാടകം വെറുതെ ഒരു ജീവിതഗന്ധിയായ കഥ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ സ്ട്രൈക്ക് ചെയ്യണമെന്നില്ല. അങ്ങനെ ആലോചിക്കുമ്പോൾ അതിനൊരു ചരിത്ര പശ്ചാത്തലം ഉണ്ടാക്കാമെന്ന് ആലോചിക്കുന്നു. ആ ചരിത്ര പശ്ചാത്തലം ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ദസ്തയേവ്സ്കിയുടെ 100ാമത് ജന്മവർഷം ആണ് എന്നുള്ള ചർച്ച ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കൂടിയിരിക്കുന്ന വീട് ഞങ്ങളുടെയൊക്കെ സുഹൃത്തും നടനുമായ, ഇപ്പോൾ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നാടകപ്രവർത്തകൻ ഷാനവാസിന്റെ അന്നത്തെ രൂപം വെച്ച് നോക്കുമ്പോൾ ഷാനവാസിന് ഒരു രൂപമുണ്ട്. അപ്പൊ ഷാനവാസിനും ഒരു കഥാപാത്രം. അത് ഷാനവാസിനെ ഇപ്പൊ മേക്കപ്പ് മാൻ പട്ടണം ഷായിക്കും ഞങ്ങളുടെ ഈ സായം സന്ധ്യയിലെ ചർച്ചകളിലൊക്കെ പുള്ളിയും വന്നിരിക്കാറുണ്ട്. ഷാനവാസ് ടോൾസ്റ്റോയ്ക്ക് പറ്റുന്നൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ കാറൽ മാക്സിനൊക്കെ പറ്റുന്ന രീതിയായി. പക്ഷെ നമ്മുടെ കഥ ടോൾസ്റ്റോയിലേക്ക് പിന്നീട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ദസ്തയേവ്സ്കിയിലേക്ക് വരുന്നത് ഈ കഥാപാത്രത്തിന്റെ ഒറിജിനൽ ജീവിതം ആ കഥാപാത്രവുമായിട്ട് സമന്വയിപ്പിക്കപ്പെടണം. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ദസ്തയേവ്സ്കിയെ തന്നെ ആലോചിക്കുന്നത്. ദസ്തയേവ്സ്കിയുടെ പറയുന്നു, പക്ഷെ ദസ്തയേവ്സ്കിയുടെ ജീവിതം ഈ നാടകൃത്തിന്റെ ഒരു ഭൂതകാല ജീവിതമാണ്. പക്ഷെ കോവിഡാനന്തര ശേഷം അയാൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന നാടകം ടോൾസ്റ്റോയുടെ ലൈഫാണ്. അപ്പോൾ ആ ടോൾസ്റ്റോയിലേക്ക് നമ്മൾ ഷാനവാസിനെ കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിശ്വ പശ്ചാത്തലം എന്ന് പറയുന്നതാണ്. വലിയ കഥാപാത്ര എഴുത്ത് സാഹിത്യകാരന്മാരുടെയൊക്കെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് ആ രീതിയിലാണ് ഈ സിനിമയിൽ. കൊമേഴ്ഷ്യൽ വാല്യൂ ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ആണ് ഇതിലുള്ളത് എന്നറിഞ്ഞിട്ടും എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള ഡിസിഷനിലേക്ക് എത്തിപ്പെട്ടത്? തുടക്കത്തിൽ ഇദ്ദേഹം പറഞ്ഞാൽ അതിനകത്ത് ചെറിയ ചേഞ്ച് ചോദിച്ചാൽ ഞാൻ വ്യത്യാസം. അദ്ദേഹം നാടകത്തിൽ നിന്ന് പെട്ടെന്ന് ജമ്പ് ചെയ്ത ഒരാളല്ല. ഞാൻ സ്റ്റഡി ചെയ്ത് അദ്ദേഹം ഇതിനു മുമ്പ് കാപ്പിരിത്തുരുത്ത് നല്ലൊരു സിനിമ ചെയ്തിരുന്നു. അതെ, ആ ഒരു നല്ല സിനിമ, നല്ല അനുഭവസ്ഥനാണ്. ആ ഒരു ഡയറക്ടർ റോളിൽ ഡയറക്ടർ ആയിട്ട് ഓൾറെഡി ഫിലിം ഫീൽഡിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്ന്. പിന്നെ ബേസിക്കലി ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആരാണ് കാസ്റ്റിംഗ് എന്നുള്ളതല്ല, ഇതിനകത്ത് നല്ലൊരു സ്റ്റോറി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദെൻ എബോവ് ദാറ്റ് ഐ എം എ ഡ്രാമ ലവർ. ഞാൻ ഒത്തിരി ഡ്രാമ കണ്ടിട്ടുണ്ട്, അത് ഇഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ സ്റ്റോറി ബേസ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രാമയെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ് പോകുന്നത്. റിലേറ്റഡ് ടു എ ഡയറക്ടർ ഓഫ് എ ഡ്രാമ. അദ്ദേഹത്തിൻ്റെ ജീവിതവും ഈ ഡ്രാമ ഡയറക്ടറായിട്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള ആ ഒരു സംഘർഷഭരിതമായ ജീവിതം തുറന്നു കാട്ടുന്ന ഒരു സംഗതിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ട്, അപ്പോൾ അതിനകത്ത് ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കാവുന്ന നല്ലൊരു സബ്ജക്റ്റ് ഞാൻ വാല്യൂ കൊടുത്തു. ആസ് വെൽ ആസ് ആരാ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അനലൈസ് ചെയ്ത് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനമാണ്. ഓക്കെ, താങ്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അപ്പിയറൻസ് ആണല്ലോ. അപ്പോൾ ഈ സിനിമയിലും എത്രത്തോളം പെർഫെക്റ്റ് ആകാൻ സാധിച്ചു എന്നാണ് പറയാനുള്ളത്? ഞാൻ അതിൽ തന്നെ ഒരു കാര്യം പറയാം. കുട്ടി സംഭാഷണം തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യം ഡയറക്ടറോട് ചോദിച്ചുകൊണ്ട്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്താ സംഭവം അറിയാം? പഠിച്ചിട്ടുണ്ട്. വീട്ടുകാട്ടകരിപ്പാടിന്റെ ഒരു നാടകത്തിന്റെ പേരാണ്. അന്നത്തെ കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീ ജനതയുടെ മുന്നേറ്റമായിരുന്നു അത്. അല്ലാതെ അടുക്കള അത്ര മോശം സംഭവം ആയിരുന്നില്ല. എന്നതുപോലെ എന്താ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഞാനത് പറഞ്ഞതെന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നത് കരിയും പുകയും കൊണ്ട് അടുക്കളയിൽ കിടന്ന സ്ത്രീജനങ്ങളെ സമൂഹത്തിന്റെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവന്ന ഒരു നാടകമാണത്. അപ്പോൾ ഇനി ഇത്തരം സന്ദർഭങ്ങളിൽ അത്തരം വാക്കുകൾ പ്രയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നാടകത്തിൽ നിന്നും സിനിമയിൽ നിന്ന് പറയുന്നത് നാടകത്തെക്കാളും കുറച്ചും കൂടി ഇന്നത്തെ കാലത്ത് എന്താ ഉയർന്നു നിൽക്കുന്നതാണല്ലോ. നാടകവും സിനിമയും ചേട്ടൻ അതാണ് ചോദിച്ചത്. ഈ ക്യാരക്ടറിനെ എന്റെ ഈ ഫിഗർ വെച്ചിട്ട് ഞാൻ എത്രത്തോളം ഉൾക്കൊണ്ടു എന്നുള്ളതാണല്ലോ ചോദ്യം. മറ്റ് ജിഗർദണ്ഡ പോലെ മൂവിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതും ഇതിൽ ചെയ്ത എക്സ്പീരിയൻസ് അങ്ങനെ എന്താണ്? സത്യത്തിൽ ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന സിനിമകളിൽ ഏതാണ്ട് 90% വില്ലൻ വേഷങ്ങളാണ് എനിക്ക് തന്നിരിക്കുന്നതല്ല. അത് എൻ്റെ ഈ രൂപത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റായിട്ട് തന്നെ, അല്ലാതെ എനിക്കിനി നായകനായിട്ടോ ഒന്നും എന്നെ ആരും വിളിക്കില്ല. അപ്പോൾ ഈ രൂപം വെച്ചിട്ടാണ്
ഞാനിത് ചെയ്തത്. തമിഴിൽ ഞാൻ ചെയ്തിരിക്കുന്ന മുഴുവൻ സിനിമകളും ജിഗറിൻ്റെ ഒഴിച്ച് മുഴുവൻ സിനിമകളും വില്ലൻ വേഷങ്ങളാണ്. മലയാളത്തിലും ഏതാണ്ട് അപ്പറഞ്ഞ രീതിയിലുള്ള തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത്. അത് എനിക്ക് വല്ലാതെ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഈ രൂപം അതിനെ യോജിച്ചതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ അതിന് 100% തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു മാറ്റം ഞാൻ ആഗ്രഹിച്ചിരുന്നു. വല്ലാതെ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യണം, ആരെങ്കിലും വിളിക്കണം, ഒരു നല്ല ക്യാരക്ടർ ചെയ്യണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് സഹീറിൻ്റെ ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് വരുന്നതും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് സഹീറിൻ്റെ മനസ്സിൽ വരുന്ന ഈ ഒരു ക്യാരക്ടർ ആണ് ചൗരു എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. ആ ക്യാരക്ടറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അയാൾ വളരെ നിശബ്ദനാണ് പലപ്പോഴും. അയാൾ പ്രത്യേകിച്ച് അയാൾക്ക് ആകെ ഒരു വിധേയത്വമുള്ളത് ഡോക്ടർ ബാലേന്ദ്രനോടാണ്. അതേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു കാര്യത്തിൽ നിന്നും അയാൾ കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തുന്നില്ല. പക്ഷെ ശക്തമായ നിലപാടുകളുള്ള കഥാപാത്രമാണ് അത്. അയാൾ ഡോക്ടർ ബാലേന്ദ്രനായിട്ട് മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ. സെന്റിമെന്റ്സ് ഉണ്ട്, അല്പസ്വല്പം ഇല്ലത്തരങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ആ ഒരു ക്യാരക്ടറിനെ ഈ ചർച്ച ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ്സും ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് 100% ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. അത് തന്നെ കിട്ടി. അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റി. 100%. ഈ സിനിമയിൽ എത്രത്തോളം റോളുണ്ട്, എന്താണ് പറയാനുള്ളത്? എനിക്ക് വലിയ റോള് സിനിമയില്ല, ചെറിയ റോളേ ഉള്ളൂ. ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, നാടകത്തെ എതിർക്കുന്ന ഒരാളാണ്. ഈ സിനിമയുടെ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത് ഈ കഥാപാത്രങ്ങൾക്ക് യോജിച്ചല്ല. അപ്പൊ കഥാപാത്രത്തിന് യോജിച്ചൊരു സൗന്ദര്യമാണെന്നില്ല, സൗന്ദര്യം ഒരു ഘടകമേ അല്ല. പിന്നെ അദ്ദേഹത്തിന് മുൻപ് അറിയാം, അദ്ദേഹത്തെ നാടകത്തിൽ അഭിനയിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാടകത്തിൽ അഭിനയിച്ചു പരിചയമുള്ള ആളുകളെ തന്നെയാണ് കോസ്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടില്ല. ഈ വരുന്ന ആളുകളുടെ മാർക്കറ്റ് വാല്യൂ അവരുടെ സൗന്ദര്യം ഒന്നുമല്ല നോക്കിയത്, അദ്ദേഹത്തിന് ഈ റോൾ എത്ര മാത്രം ചെയ്യാൻ കഴിയും, ആ മുൻപരിചയം ഉണ്ടാക്കും. ഈ ഇദ്ദേഹത്തെ എന്ത് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും എന്ന പരിചയം വെച്ചാണ് കാസ്റ്റ് ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും അദ്ദേഹത്തിന് തൃപ്തികരമായ രീതിയിൽ ചെയ്തു കൊടുത്തു എന്നാണ് തോന്നുന്നത്. പിന്നെ ഇന്നിപ്പോൾ യൂത്തിൻ്റെ ഇടയിലായാലും എല്ലാവരുടെയും പൊതുവെ ഒരു ചർച്ചയുണ്ട്, ഈ ഡ്രഗ്സ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും, ഓരോ റോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു ഇതുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അതല്ല, ഇപ്പൊ എന്താ പറയാ, ഇതിനെപ്പറ്റി കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ പറ്റിയിട്ടുള്ളൊരു ഇതാണ്, അതിനെപ്പറ്റി ഈ പുതിയ തലമുറയുടെ എന്താണ് പറയാനുള്ളത്? ശരിക്കും സെലിബ്രിറ്റികൾ സ്വഭാവം കൂടി ശുദ്ധമായിരിക്കണം. ഇപ്പോൾ ബൂസ്റ്റ് സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് ടെണ്ടുൽക്കർ പറഞ്ഞുകൊണ്ടല്ലേ നമ്മളെല്ലാവരും മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത്. ഞാൻ ടെണ്ടുൽക്കർ അത് കുടിച്ചു എന്നൊക്കെ അറിയില്ല, അത് കുടിച്ചുകൊണ്ടാണ് 6 അടിച്ചതെന്ന് അറിയില്ല, പക്ഷെ അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ സെലിബ്രിറ്റികളൊക്കെ സ്വഭാവവും ശുദ്ധമായിരിക്കണം. ഇപ്പോൾ എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ മക്കളെ കൂടെ ആരെങ്കിലും സെൽഫി എടുക്കുന്നത് അത് അഭിമാനമായി തോന്നുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അത് നല്ല മക്കളായി വളരണം. ഇപ്പം ഡ്രഗ്സ് അടിച്ച ആളെ കൂടെയും സെൽഫി എടുക്കുന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാർ നല്ല മക്കളൊക്കെ വളർന്നതിനാ. എൻ്റെ മക്കളെ കൂടെ മറ്റു പല സെലിബ്രിറ്റി ആവണം, മറ്റു പലരും കാണാൻ ആഗ്രഹിക്കണം, സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ഡ്രഗ്സ് അടിച്ച ആളെ കൂടി അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല മക്കളാക്കി വളർത്തും. മക്കൾ ചോദിക്കില്ലേ, ഞങ്ങളെ കൂടെയും സെൽഫിയൊക്കെ എടുക്കും, ഞങ്ങൾ എങ്ങനെ നടന്നാലും ഞങ്ങളെ ആരാധിക്കാൻ ഞങ്ങളെ ബഹുമാനിക്കാനൊക്കെ ആളുകളുണ്ട് എന്ന് അവർ പറയില്ല. അപ്പോൾ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കപ്പെടാൻ സാധിക്കില്ല. നല്ലൊരു തലമുറയെ സൃഷ്ടിക്കണമെങ്കിൽ സെലിബ്രിറ്റികൾ മറ്റുള്ളവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർ സ്വഭാവശുദ്ധിയും ഉണ്ടായിരിക്കണം, അത് നിർബന്ധമായിരിക്കണം. ശരിക്കും സെലിബ്രിറ്റികൾ ഒരിക്കലും, ചില ആളുകളൊക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ മുമ്പിൽ പറയും ഞങ്ങളെ ഇഷ്ടമാണ് ഞങ്ങളുടെ വസ്ത്രം, ഞങ്ങളെ ഇഷ്ടമാണ് ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങൾ എന്ത് കഴിക്കണം. പക്ഷെ ഒരു സെലിബ്രിറ്റി അങ്ങനെ പറയാൻ പാടില്ല. സെലിബ്രിറ്റികൾ സമൂഹത്തിന് മാതൃകയായിരിക്കണം, എങ്കിലേ ഒരു നല്ല തലമുറ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റൂ. കാരണം അവരെ നോക്കിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സെലിബ്രിറ്റി ആവാനാണ്. അപ്പോൾ സെലിബ്രിറ്റി ഡ്രഗ്സ് അടിച്ചാലും ഏത് കൊല്ലത്തിൽ നടക്കുന്നതാലും സെലിബ്രിറ്റി ആവാമെങ്കിൽ അവർ ഒരിക്കലും ഞങ്ങൾ നല്ല സുഖത്ത് നടക്കേണ്ട കാര്യം എന്താണ്, നമ്മളങ്ങനെ ആവില്ല. പക്ഷെ അത് പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. ഒരിക്കലും സിനിമയിലോ ഒരു സെലിബ്രിറ്റി ആവുന്ന ആളുകൾ സ്വഭാവ ദൂഷ്യമോ മറ്റു സ്വഭാവങ്ങളോ ഉണ്ടാകാൻ പാടില്ല. ഇതിലെ ഒരു വിഷയമുണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റും എന്നൊരു മിഥ്യ ധാരണ ഉണ്ട് എന്നുള്ളത്. ധാരണ മിഥ്യ തന്നെയാണ്. പക്ഷേ ഈ ഡ്രഗ്സ് സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഡ്രഗ്സ് ഉണ്ട്. സെലിബ്രിറ്റി ആയതുകൊണ്ട് അത് പെട്ടെന്ന് അറിയപ്പെട്ടു പോകുന്നു. പക്ഷേ ഇതിനെ കൺട്രോൾ ചെയ്യാനും പിടിക്കാനും
ശിക്ഷിക്കാനും എല്ലാം ഇവിടെ നിയമങ്ങളില്ല. ഈ നിയമം ഇതിനൊന്നും നിൽക്കാതെ ഒരാൾ കഞ്ചാവ് വലിച്ച് റോട്ടിൽ കൂടി പോകുന്നു, അല്ലെങ്കിൽ കള്ളു കുടിച്ച് റോട്ടിൽ കൂടി പോകുന്നു, അല്ലെങ്കിൽ പൊടി വലിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു. അതിനുശേഷം നിങ്ങൾ മീഡിയകൾ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇതിനെ വല്ലാതെ പൊക്കി കാണിക്കുന്നതിൽ നിന്ന് ഇതെല്ലാം പിടിക്കാനുള്ള സംവിധാനവും സ്ട്രെങ്ത്തും എല്ലാം പോലീസിൻ്റെ കയ്യിലുണ്ട്. എന്താ ചെയ്യാത്തത്? ഇതിനുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറകോട്ട് വലിയുമ്പോൾ അതിനുള്ള അവസരം കൊടുക്കില്ലേ? എന്നിട്ട് എന്താ പറയുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് 1.5 ടണ്ണ് വന്നു, ഇന്ന ദിവസം അവിടുത്തെ കയറ്റി വിട്ടു, ഇന്ന വണ്ടിയിൽ വന്നു. ഈ വണ്ടിയിൽ വന്ന് ഇത് ഗോഡൗണിൽ ഇറങ്ങണവരെ എല്ലാവരും നോക്കിയിരുന്നു, ഇത് ഓരോരുത്തരുടെ കയ്യിലെത്തുന്നത് വരെ നോക്കിയിരുന്നു, എന്നിട്ട് ഉപയോഗിച്ചു, പിടിച്ചു. എന്തിനാണ് ഇതിന് നിൽക്കുന്നത്? സെലിബ്രിറ്റി ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. നിങ്ങൾ മീഡിയക്കാരനില്ലേ? ഇല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയാവുന്ന ഇഷ്ടപ്പെട്ട മീഡിയക്കാരുണ്ട്. അപ്പോൾ പിന്നെ ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഇതൊക്കെ വിഷയങ്ങളാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും പ്രസിദ്ധരാവാം, മീഡിയക്കാർക്കും പ്രസിദ്ധരാവാം, പത്രക്കാർ എല്ലാവർക്കും ആകാം. അതുകൊണ്ട് സിനിമക്കാരെ കയറി പിടിക്കുന്നു, അത്രേ ഉള്ളൂ പിന്നെ ഒരു കാര്യം, ഇത് ഉപയോഗിച്ചുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് മഹത്തായ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ചെയ്യാനും പറ്റില്ല. കൂടെ നിൽക്കണമെന്നും കൂടി കുഴപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും. പെട്ടെന്ന് പബ്ലിസിറ്റി കാണാം ഇത് അടിച്ചുകൊണ്ട് കയറി കഴിഞ്ഞാൽ, അത്രേ ഉള്ളൂ. ഈ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സീന് സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഈ സിനിമയിലുണ്ട്. സിനിമയിൽ എനിക്ക് കാണുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നാടകവും സിനിമയാണ് ലഹരി. എൻ്റെ സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ആ ലഹരി എന്ന് പറഞ്ഞാൽ തൻ്റെ നാടക സംവിധായകനായ ഒരു സംവിധായകൻ, താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ അയാളുടെ ജീവിതാവസ്ഥകളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ അയാളെ ഒറ്റക്കാക്കി പോകുന്നത് ശരിയല്ല. അതും ഒരു വികലാംഗനായ ഒരാളെന്ന് തിരിച്ചറിയുന്ന ഈ ചൗരോ എന്ന് പറയുന്ന കഥാപാത്രം സ്വന്തം അമ്മച്ചി അങ്ങ് ദൂരെ ഒറ്റക്കാണ്. ഒരു പുഴ കടന്നു പോകുന്നിടത്ത് ഒറ്റക്ക് കിടക്കുകയാണ്. അമ്മച്ചി പറയുന്നുണ്ട് അവിടെയാണ് ഒരു താങ്ങ് വേണ്ടത്, ഞാനിവിടെ ഒറ്റയ്ക്ക്. അവർക്ക് 2 കാലിലും നടക്കാൻ കഴിയുന്നുണ്ട്, അതിന് സാഹചര്യമില്ലാത്ത ഒരാൾ അവിടെ ഉണ്ട്. അയാളുടെ ഭാര്യ പോലും പോയിരിക്കുകയാണ്. ദസ്തയേവ്സ്കിയുടെ ജീവിതം പോലെ ഭാര്യ കടന്നുപോയതാണ്. നീ അവിടെ നിൽക്കാൻ പറയുകയാണ്. അവിടെ നിൽക്കാൻ പറയുമ്പോൾ ഒരിക്കലെങ്കിലും ഇയാൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മച്ചിയെ കാണാൻ പോവുകയാണ്. അമ്മച്ചിയെ കാണാൻ പോകുന്നത്, അമ്മച്ചി ചെറിയ കള്ളു കുടിക്കുന്ന അമ്മച്ചിയാണ്. ആ അമ്മച്ചിക്ക് കള്ളും കുപ്പിയും അരയിൽ വെച്ചിട്ടാണ് ഈ മകൻ ചെല്ലുന്നത് ചൗരോ. ആ അമ്മച്ചി അന്ന് പുഴയിലുണ്ടായ നാടൻ മീനൊക്കെ മേടിച്ചു വെച്ച് നേരത്തെ കുടംപുളിയിട്ട് മീനൊക്കെ വറ്റിച്ചു വെച്ച് കാത്തിരിക്കണം ഈ മകന്. ആ രാത്രി ആ മകനും ആ അമ്മച്ചിയും കൂടി കള്ളു കുടിച്ച് ട്രഡീഷണലായി പാട്ട് പാടുന്നുണ്ട് ആ അമ്മച്ചി. പിറ്റേന്ന് രാവിലെ ഇയാൾ തിരിച്ചു പോരുന്നുണ്ട്. പക്ഷേ കാലം പിന്നീട് അതൊരു ഓർമ്മയാണ്. പിന്നീട് ഈ സിനിമ സഞ്ചരിക്കുന്നത് ഒരു കോവിഡ് കാലത്തിലൂടെയാണ്. ആ കോവിഡ് കാലത്ത് ഒരിക്കൽ അമ്മച്ചിയെ കാണണമെന്ന് ആഗ്രഹിച്ച് ചെല്ലുമ്പോൾ മൊത്തം റോഡുകൾ, നമ്മൾ പലതും മറക്കുന്നവരാണ്. നമ്മൾ കോവിഡ് കാലം മറന്നു കഴിഞ്ഞു, നമ്മുടെ പ്രളയവും വെള്ളപ്പൊക്കവും ഒന്നും മറന്നു കഴിഞ്ഞു. ഇവിടെ പ്രളയം വന്നപ്പോൾ ഒരു സ്കൂൾ കെട്ടിടത്തിൽ ഒരുമിച്ച് കിടന്നിറങ്ങിയവരാണ്. ഏതോ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറക്കി വിടുന്ന ബ്രെഡുകൾക്ക് വേണ്ടി ജാതിയോ മതമോ നോക്കിയല്ല ബ്രെഡിൻ്റെ ഇത് നോക്കിയത്. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇപ്പോഴും പലരും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. ആ കാലത്ത് എല്ലാം ബന്ദോബസ്താക്കിയിരിക്കുകയാണ്. നമ്മൾ പല ഇംഗ്ലീഷ് വാക്കുകളും പഠിച്ചത് ഈ കോവിഡ് കാലങ്ങളിലേക്കാണ്. അത് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഉള്ള പല വാക്കുകൾ പഠിച്ച അങ്ങനെയാണ്. ക്വാറന്റൈൻ ഇതൊക്കെ പഠിക്കുന്നത് അവിടെ നിന്നാണ് മലയാളി. പലതും മറന്നു കഴിഞ്ഞു. ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ സിനിമ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ബ്ലോക്ക് ചെയ്യപ്പെട്ട ലോകത്തിലൂടെ ഇയാൾ കടന്നു ചെല്ലുമ്പോൾ ഒരു പുഴ കടന്നു വേണം ഇയാൾക്ക് പോകാൻ. ആ ദ്വീപില് ആകെ ചുരുക്കം വീടേ ഉള്ളൂ. അവിടെയാണ് അമ്മച്ചി ഉള്ളത്. പോലീസുകാർ കാവൽ നിൽക്കുന്നുണ്ട്. ആ അമ്മച്ചിയുടെ മരണം അറിഞ്ഞാണ് ഇയാളോട് എത്തിയിരിക്കുന്നത്. മരണം അറിഞ്ഞെന്ന് വെച്ചാൽ മരണം അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത സാഹചര്യം. അതായത് അങ്ങോട്ട് പോകണമെങ്കിൽ മറ്റേ PP കിറ്റ് ഇട്ടിട്ട് വേണം പോവാൻ. അമ്മച്ചി മരണം മുന്നിൽ കാണുകയാണ്. ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പായിൽ അമ്മച്ചി വെള്ള വസ്ത്രമെല്ലാം അണിഞ്ഞ് അമ്മച്ചി സ്വയം മരണത്തിന് വേണ്ടി കാത്തു കിടക്കുകയാണ്. ആ കിടക്കുന്ന അമ്മച്ചിക്ക് അടുത്തേക്കാണ് PP കിറ്റ് ഇട്ടുകൊണ്ട് ഈ മകൻ കടന്നു വരുന്നത്. അങ്ങനെ ആ അമ്മച്ചിയെയും ചേർത്ത് പിടിച്ച് ആ PP കിറ്റിലാക്കി ഒരു വള്ളത്തിൽ മൂടി അടക്കാൻ ഈ മകൻ കൊണ്ടുപോകുന്നത്. ഇത് ഈ ചൗരോ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വലിയ ഉദാത്തമായ ഒരു കാഴ്ചയാണ്. നമുക്ക് ഒരുപക്ഷെ അങ്ങനെ
ഇനിയിപ്പോൾ ഏതെല്ലാം രീതിയിൽ വിമർശിക്കപ്പെട്ടാലും നമുക്കൊന്നും അത്ര തള്ളിക്കളയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള മരണവും അത്തരത്തിലൊരു മരണ ചടങ്ങും ഒരമ്മച്ചിയെ സ്വന്തം മകൻ ഒരു മാരകമായ ഒരു കാലത്ത് വേറെ ആരും അടക്കം ചെയ്യാനില്ലാതെ കിടക്കുകയാണ് ഒരു ദ്വീപിൽ. അന്ന് അടക്കിയ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ സിനിമയിൽ നിന്ന് നമ്മൾ ഓർത്തെടുക്കുന്നുണ്ട്. അവിടെയും ആ അമ്മച്ചിയും ആ മകനും ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ആ ലഹരി അതിൽ സാർത്ഥകമാക്കുന്നതും ആ മരണസമയത്ത് നമ്മൾ ഓർമ്മിച്ചെടുക്കുന്നതും വേറൊരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് സിനിമ വേറെ ഏതോ ഒരു ലഹരിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സിനിമ നാടകവും ഒക്കെ അതായിരിക്കണം ലഹരി എന്നുള്ള രീതിയിലേക്ക് പോകണമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ലഹരിയാണ്. അത് എന്ത് ലഹരിയാക്കുന്നുള്ളതാണ്. മയക്കുമരുന്ന് ലഹരിയാക്കണോ, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ ലഹരിയാക്കണോ, സ്നേഹം ലഹരിയാക്കണോ, എന്ത് വേണമെങ്കിലും ലഹരിയാക്കാം നമുക്ക്. മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൂടപ്പെട്ട ഒരു ലഹരിയാണ്, നമ്മൾ അറിയാത്ത ലഹരി. നമുക്ക് അറിയുന്ന ഒരുപാട് ലഹരിയുണ്ട്. ആ ലഹരിയിലേക്ക് നമ്മൾ പോയാൽ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ളത് ആരാണ്? ഇതിന്റെ DOP നൂറുദ്ദീൻ ബാവ എന്ന് പറയുന്ന സിനിമാഗ്രാഫറാണ്. കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ വളരെ കാലമായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. തമിഴിലൊക്കെ സിനിമ ചെയ്യുന്നുണ്ട്. നേരത്തെ രാജീവ് രവിയുടെ കൂടെയൊക്കെ പ്രവർത്തിച്ചിരുന്ന നൂറുദ്ദീൻ ബാവയാണ്. പെട്ടെന്നൊരു സിനിമാഗ്രാഫറായി മാറിയ ആളല്ല. കുറേയേറെ വർഷങ്ങളായി സിനിമാ രംഗത്ത് പ്രവർത്തിച്ചും അതിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ച് അതിൻ്റെ പാറ്റേണിനെ കുറിച്ചൊക്കെ കൃത്യമായി ബോധമുള്ള ഒരാളാണ്. ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സംഭവിക്കൽ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആലുവയിൽ ഒരു വീട്ടിലാണ് ഇത് ഒത്തുകൂടിയിരുന്നത്. അങ്ങനെ ഒത്തുകൂടലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമ ജനിക്കുമ്പോൾ ആലുവയിൽ നിന്ന് ആരെയൊക്കെ കണ്ടെത്താമെന്നുള്ള കണ്ടെത്തലിൽ നിന്നാണ്. അന്ന് ആലുവയിൽ നൂറുദ്ദീൻ ബാവയുണ്ട്. അങ്ങനെ നൂറും വന്ന് കൂടുന്നതാണ്. അങ്ങനെയാണ് നൂറ് ഇതിൻ്റെ അകത്ത് ക്യാമറമാൻ ആവുന്നത്. ഇതിൻ്റെ മറ്റു മേഖല ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ആണെങ്കിൽ മനു പെരുന്ന എന്ന് പറയുന്ന കലാസംവിധായകനാണ്. ലണ്ടൻ ഫെസ്റ്റിവലിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട പാപ്പീലിയോ ബുദ്ധ എന്ന് പറയുന്ന സിനിമയിലൂടെ മെക്സിക്കൻ ഫിലിം അവാർഡൊക്കെ വാങ്ങിയ ആളാണ്. ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് അന്നേ റസൂലിലൂടെ സൗണ്ട് ഡിസൈനിങ് നാഷണൽ അവാർഡ് നേടിച്ച രാധാകൃഷ്ണനാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചമയം നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത ചമയ കലാകാരൻ സ്റ്റേറ്റ് അവാർഡൊക്കെ നേടിയ പട്ടണം ഷായാണ്. അദ്ദേഹം ഇതിനകത്ത് ടോൾസ്റ്റോയെയും ദസ്തയേവ്സ്കിയെയും നാടകവും സിനിമയും ആയതുകൊണ്ട് രണ്ട് തലങ്ങളാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അപ്പൊ നാടകത്തിൽ ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പ് ആയിരിക്കില്ല സിനിമക്ക് ഉപയോഗിക്കുന്നത്. ഇത് മേക്കപ്പിന്റെ സ്ഥലത്ത് മാത്രമല്ല, ഇതിനുപയോഗിക്കുന്ന പശ്ചാത്തല സംഗീതത്തിനാവട്ടെ, അതല്ലെങ്കിൽ ഇതിന്റെ ആക്ടിങ് രീതിയിലാകട്ടെ, അതിന്റെ ലൈറ്റിംഗ് പാറ്റേണിലാവട്ടെ, എല്ലാം രണ്ടും രണ്ട് തലങ്ങളിലാണ്. ഇപ്പൊ നാടകത്തിൽ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് ആയിരിക്കില്ല സിനിമയുടെ ഒരു ലൈറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അതിനുപയോഗിക്കുന്നൊരു മേക്കപ്പ് ആയിരിക്കില്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ രണ്ട് തലങ്ങൾ എല്ലാ മേഖലകളിലും ഈ സിനിമ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ RR ചെയ്തിരിക്കുന്നത് മധു പോളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു RR മ്യൂസിക് ഡയറക്ടറാണ് മധു പോൾ. സംഗീതം ഇതിന്റെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത് അജയ് ജോസഫാണ്. ജോബ് മാസ്റ്ററുടെ മകനാണ് ചെയ്തിരിക്കുന്നത്. പാട്ട് എഴുതിയിരിക്കുന്നത് വിജേഷും സുരേഷ് പാറപ്പുറം ചേർന്നാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് 57 ആദ്യമായി മദ്രാസിൽ ഒരു നാടകഗാനത്തിന് വേണ്ടി പാടുന്ന ഒരാളാണ് മരട് ജോസഫ് എന്ന് പറയുന്ന വലിയ ഗായകൻ. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. പക്ഷെ നിരവധിയായ നാടകങ്ങളിലൂടെ അക്കാലത്ത് പ്രസിദ്ധനാണ് അദ്ദേഹം. വലിയ പ്രസിദ്ധനായി മാറി. അപ്പോൾ കേരള ഗവൺമെന്റ് കൊടുക്കാവുന്ന എല്ലാ പരമോന്നത വിശിഷ്ട ആദരവുകളും നൽകിയ ഒരാ വ്യക്തിയാണ്. പക്ഷെ ഈ അവസാന കാലം വരെ ജീവിക്കുമ്പോൾ ഒരു സിനിമയിൽ പാടിയിട്ടില്ല. പക്ഷെ ഈ സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഈ സിനിമയിലാണ് ആദ്യമായിട്ട് അവസാനമായിട്ടും പാടിയേക്കുന്നത്. മരട് ജോസഫ് പാടിയ സിനിമ ഏതാണെന്ന് വെച്ചാൽ ഡ്രമാറ്റിക് ഡെത്താണ്. മരട് ജോസഫിന്റെ പാട്ടുകൾ പോലും പലതും പ്രസിദ്ധമാണ്. പറയാ നാടക ഗായകൻ എന്നുള്ള രീതിയിൽ വലിയ പ്രസിദ്ധനാണ് മരട് ജോസഫ്. മരട് ജോസഫിന്റെ സിനിമ ആദ്യവും അവസാനമായിട്ട് പാടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാട്ടാണ്. അത് ക്രൈസ്തവരുടെ ഒരു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വരികൾ അദ്ദേഹം പാടിയിരിക്കുന്നത്. ഈ ചൗരയുടെ അമ്മച്ചി മരിച്ച, നമ്മൾ നേരത്തെ സംസാരിച്ച അമ്മച്ചിയുടെ മരണവും അതിൻ്റെ അടക്കം ചെയ്യലും ഒക്കെ നടക്കുന്നിടത്ത് ഒരു വലിയൊരു പ്രകൃതിയിൽ നടക്കുന്ന ഒരു അശരീരി പോലെ ആ പാട്ടിങ്ങനെ കിടക്കുന്നത് മരട് ജോസഫാണ് പാടിയത്. പിന്നെ സാറിൻ്റെ മകൻ ഇതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്, അനൂജ് കെ സാജൻ. നവാഗതനാണ്, പുതിയൊരാളാണെന്ന് പോലും അറിയാത്ത വിധത്തിൽ നന്നായി പാടിയിട്ടുണ്ട്. മനോരമയിലൂടെയാണ് പാട്ടുകൾ വന്നിരിക്കുന്നത്. മറ്റൊരു പാട്ട് രമേശ് മുരളിയും എലിസബത്ത് രാജുവും ചേർന്നാണ് പാടിയിട്ടുള്ളത്. എല്ലാവരും ഇതിൻ്റെ ഒരു ടെക്നീഷ്യന്മാരായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നവരെല്ലാവരും നല്ല നന്നായി. ഇപ്പം ഇതിൻ്റെ ഈ സിനിമ റിലീസിങ്ങിലേക്ക് എത്തുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പോസ്റ്റർ ഡിസൈനിങ്ങിലും എല്ലാം
വളരെ പ്രതിഭാസമ്പന്നനായ സജീഷം ഡിസൈനാണ് ഇത് അത്തരം മേഖലകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയൊരു കൂട്ടായ്മ ഈ സിനിമയുടെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ത്രിൽസ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാ സിനിമകളിലും വളരെ ആവേശമായ സംഘടനകൾ ഉണ്ടാക്കുന്ന അഷ്റഫ് കുരുക്കൾ ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റ്, വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് അഷ്റഫ് കുരുക്കളാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ സിനിമ. ഈ സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് നൽകിയത്? ഈ സിനിമയ്ക്ക് ഇങ്ങനൊരു പേര് നൽകിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളും മരണപ്പെടുന്നുണ്ട്. മരണം ഇതിൻ്റെ അകത്തൊരു പ്രധാന ഘടകമാണ്. ഇപ്പം ഈ സാജൻ സാർ അഭിനയിക്കുന്ന ഡോക്ടർ ബാലേന്ദ്രൻ മരിക്കുന്നുണ്ട്. പക്ഷെ ആ മരണത്തിൻ്റെ ഒരു അന്വേഷണം ഈ സിനിമക്കുണ്ട്. ചൗരോ എന്ന് പറയുന്ന കഥാപാത്രവും മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. ആ മരണത്തിനും ഒരു ചരിത്രമുണ്ട്. വ്യത്യസ്തങ്ങളായി ഈ ചൗരയുടെ അമ്മച്ചിയും മരിക്കുന്നുണ്ട്. ആ മരണവും ഒരു കാലത്ത് നിന്നുകൊണ്ടാണ്. ഇതില് പ്രതാപൻ ചെയ്തിരിക്കുന്ന കഥാപാത്രവും മരിച്ചു കിടക്കുകയാണ്, റബ്ബറും തോട്ടത്തിലെവിടെയോ മരിച്ചു കിടക്കുകയാണ്. അതിന് അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷങ്ങളുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഒരു കഥാപാത്രത്തെ ആരും കൊന്നതല്ല, അവരെല്ലാം മരണപ്പെട്ടതാണ്. പക്ഷെ അതെല്ലാം വേറെ പല അർത്ഥങ്ങളിൽ കൊല്ലപ്പെടലുകളും ആയിരിക്കാം. വടിവാളോ വാക്കത്തിയോ തോക്കോ വെച്ച് കൊല്ലുന്ന അല്ലാതെ കൊല്ലലുണ്ട്. അങ്ങനെയും മരണം സംഭവിച്ചിട്ടുണ്ടാവും. അവരും കൊല്ലലിനേക്കാൾ ഭയങ്കരമായ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടായിരിക്കാം മരണം സംഭവിച്ചിരിക്കുന്നത്. ചിലർ മരണം സ്വയം ഏറ്റുവാങ്ങിയവരുമാണ്. ആ സ്വയം ഏറ്റുവാങ്ങലുകളിലും ഒക്കെ മരണത്തിനെ കുറിച്ച് ഒരുപക്ഷെ മരണത്തിന്റെ സൗന്ദര്യമാണ് ഈ സിനിമ അല്ലെ ആസ്വദിക്കുക. അതിൻ്റെ ഒരു സൗന്ദര്യവും ആസ്വദിക്കണം. വ്യത്യസ്തമായ മരണങ്ങൾ ഏതെല്ലാം രീതിയിൽ സൗന്ദര്യവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് ഈ സിനിമയ്ക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള യാത്രയാണ് സിനിമ. നമ്മൾ ഏതൊരു നിമിഷത്തിലും ജനിക്കുന്നു, മരിക്കണമെന്നുള്ള സത്യമായ കാര്യം തന്നെയാണ്. ഏത് നിമിഷവും മരിക്കാം. നമ്മളിപ്പോ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നാളെ രാവിലെ നമ്മൾ എന്താണെന്ന് നമുക്ക് അറിയില്ല. വിളിക്കാതെ എത്തിപ്പെടുന്നു. പ്രേക്ഷകർ ഈ സിനിമയിലെ എത്രത്തോളം സ്വീകരിക്കുമെന്നാണ് തോന്നുന്നത്? എല്ലാം നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ്. പ്രേക്ഷകർ വലിയ രീതിയിൽ സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് വിശ്വസിക്കുന്നത്. അതിന് പോലും ഏറ്റവും വലിയ രീതിയിൽ ഏറ്റുവാങ്ങേണ്ട സിനിമകൾ പോലും ചില സാഹചര്യങ്ങളിൽ ഏറ്റുവാങ്ങാതെ പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഈ സിനിമ ഒരുപക്ഷെ ഇപ്പം നിങ്ങളെപ്പോലെയുള്ള എല്ലാവരും സഹായിക്കുമ്പോൾ ആ സിനിമ ഒന്ന് കണ്ട് നോക്കണം എന്നുള്ള പുതിയതായ ഒരുപാട് ആളുകൾ നമ്മുടെ മലയാള സിനിമയിലേക്ക് വാഗ്ദാനങ്ങളായി മാറാവുന്ന ആളുകൾ നമ്മൾ ഈ സിനിമയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ നിലയിൽ ഈ സിനിമ വിജയിക്കണമെന്നുള്ളത്, സിനിമ ചെയ്തയാളെന്നുള്ള നിലയ്ക്ക് സിനിമ എന്തായാലും തിയേറ്ററിൽ പോകണമെന്നും അത് വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും തിയേറ്ററിലൊക്കെ പോയി സിനിമ കണ്ട് അത് വിജയിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സിനിമയുടെ എല്ലാ വിശേഷങ്ങളും നമ്മൾ അറിഞ്ഞല്ലോ. കടന്നുപോയ സാഹചര്യങ്ങളെ എല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സിനിമയാണ് ഇത്. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണുക, സിനിമയെ വിജയിപ്പിക്കുക.